ഹായ്. ഇപ്പൊ സമയം കണ്ടോ? 23:31 എന്ന് വെച്ചാൽ രാത്രി 12 മണി ആവാറായി ട്ടോ. ഇവിടെ 11:30 കഴിഞ്ഞു. ഓൾറെഡി ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് പോയി കിടന്നതാണ്. അന്നേരമാണ് ഒരാൾക്ക് വിശക്കണൂന്ന് പറഞ്ഞത്. ഒരു 11 മണി ആയപ്പോഴേക്കും തുടങ്ങും വിശക്കണു, എൻ്റെ വയറ് നിറഞ്ഞിട്ടില്ല. ഈ ഇടയ്ക്കുള്ളതാട്ടോ. നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇങ്ങനത്തെ കുട്ടികള്? അപ്പം ഒരു കക്കിരി അരിഞ്ഞു കൊടുത്തു, അത് കഴിച്ചു. വേറൊന്നും വേണ്ട, കക്കിരി മതി പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ നാരങ്ങ വെള്ളം വേണം പോലും. 12 മണി ആയാറായി. ഞാൻ സമയം കാണിച്ചില്ലേ? നാരങ്ങ വെള്ളം. എനിക്ക് പിന്നെ നാരങ്ങ വെള്ളം പിഴിഞ്ഞു കൊടുക്കാൻ വിചാരിച്ച് വന്ന് അടുക്കളയുടെ സ്ലാബുമ്മേ കയറി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഒരാള് കട്ടിലിൽ കിടന്നുകൊണ്ട് ഒരാൾ പറഞ്ഞു, എനിക്കും കൂടെ നാരങ്ങ വെള്ളം എടുത്തോളാം. വേറെ ആരും അല്ല കേട്ടോ, എൻ്റെ കെട്ടിയവൻ. അങ്ങനെ 2 പേർക്കുള്ള നാരങ്ങ വെള്ളം എടുക്കുക. ഈ നാരങ്ങ വെള്ളത്തിലെങ്കിലും ഒതുങ്ങിയാൽ മതിയായിരുന്നു. ഒരാൾക്ക് ഉപ്പ് വേണം, ഒരാൾക്ക് പഞ്ചസാര വേണം. എങ്കിൽ പിന്നെ ഞാനും ഒരു നാരങ്ങ വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നാരങ്ങ വെള്ളമൊക്കെ ചൂടല്ലേ, ഇച്ചിരി തണുത്ത വെള്ളമൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഒഴിച്ച് നാരങ്ങ വെള്ളം ഉണ്ടാക്കി കൊടുക്കുക. ഇതെങ്കിലും കുടിച്ചിട്ട് കിടന്നാൽ മതി എന്ന് മാത്രം എനിക്കൊരു വിചാരമുള്ളൂ. കാരണം എങ്കിൽ മാത്രമേ എനിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. താനെ ഇളക്കുന്നൊക്കെ ഉണ്ട്. പഞ്ചസാര ഇട്ടതും ഉപ്പിട്ടതൊക്കെ തന്നെ ഇളക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. തന്നെ ഇളക്കി തന്നെ കുടിച്ചിട്ട് പോകാനുള്ള പരിപാടിയാണ്. കുടിച്ചിട്ട് കിടന്നാൽ മതി. ഇതിനെ കുടിച്ച് കഴിയുമ്പോൾ അടുത്തത് പറയില്ല. അങ്ങനെ ഉണ്ടാക്കി ഞാൻ കൊടുത്തു കേട്ടോ. കൊടുത്തപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റോടെ അവിടെ ഇരുന്ന് കുടിക്കുന്നുണ്ട് കേട്ടോ. എത്ര നേരം കുതിർന്ന് ഫോൺ കാണാൻ അവിടെ ഇരുന്ന് കലക്കണ സമയത്തോളം. എന്നിട്ട് സൂപ്പറാന്ന് കുടിച്ചു കഴിയുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഓട്ടിക്കും, പോയി കിടന്നോളാൻ പറയും. അങ്ങനെ ഒരാൾക്ക് കട്ടിലേലും കൊണ്ടേ കൊടുത്തു കേട്ടോ.